Once again, welcoming everyone to ECL 2.0, the Grand Prayer Auction. So, നല്ല ഒരു blasting കയ്യോടോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ceremony start ചെയ്യാം. I need a big round for applause, ladies and gentlemen. So once again, when I'm standing here, we can see the creators, entrepreneurs, and champions. So welcoming everyone to the Eververse Entrepreneurs Meet the Leather Ball, ladies and gentlemen. So last session, we saw the passion. So we saw the rivalry last time. So but today we aren't here for playing the game. We are here for building the empires. Am I right? Am I right or wrong? Exactly. So somebody gonna say that cricket is just a religion. Some gonna say. So what we can say, but in ECL, it's a revolution. We are witnessing the revolution. Am I right? Exactly. So 14 teams are standing behind me. So one goal and a room full of tactical masterminds ready to battle it before a single ball is bowled. So once again, welcoming everyone to ECL 2.0. So നമുക്കറിയാം ഇതൊരു പോരാട്ടക്കളം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇവിടെ ബിസിനസ്സും ക്രിക്കറ്റും ഒത്തുചേരാൻ പോവുകയാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എംപയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കുറിക്കാൻ തന്നെ പോവാണ്. തീർച്ചയായിട്ടും എന്താ പറയുക, ബഡ്ജറ്റും ബുന്തിയും തമ്മിലുള്ള ഒരു യുദ്ധക്കളമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അതെ. സോ ഓരോ ടീമിലും ഓണർമാർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരത്തിലാണ് നമ്മളായിരിക്കുന്നത്. സോ വിരലൊന്ന് ഉയർത്തിയാൽ നമുക്കറിയാലേ ആരായിരിക്കുമെന്ന് വിജയിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. സോ ആവേശം കൊടുമുടി കൊട്ടുന്ന ഈ ഒരു നിമിഷത്തിൽ എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ബിഗിൻ അവർ സെറമണി, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. സോ എനിക്ക് ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ കൈകളിലൂടെ കൂടെ എനിക്ക് കാണാൻ സാധിക്കണം. വൺസ് അഗൈൻ കം ഓൺ. So all right, ladies and gentlemen, so when I'm standing here, we can see a lot of dignitaries who are standing behind me, അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്, ഒരുപാട് ബാക്ക് ബോൺസ് എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. സോ അവരെ when we starting a ceremony, definitely we need to welcome them. Ladies and gentlemen, it's time together for the true icon of Kerala cricket. A man who is beside not just a game, it leads the hearts and soul from the historic quarters finals to the trophy. He is the only one. He is going to be the legend. We can say there is only one name, that is Sachin, baby. Put your hands together, ladies and gentlemen. Yes. സോ അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണാലിറ്റീസ് നമ്മുടെ വരാനുണ്ട്. സോ ആ ഒരു സമയത്ത് നമുക്ക് അവരെ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നതാണ്. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ആർ റിയലി ഓണേർഡ് ടു വെൽക്കം ദിസ് വിഷണറി ലീഡർ ഹു വാസ് ഡിഫൈൻഡ് എ ലാൻഡ്സ്കേപ്പ്, എ പോഡ്കാസ്റ്റ്, ദി ജേർണലിസം ഇൻ കേരള. നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച്, പ്രേക്ഷകളെ സംബന്ധിച്ച് മുൻനിരയിൽ വാർത്തയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ആ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു അമരക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കും. റിപ്പോർട്ടർ ചിപ്പോട്ടിലെ ചാനലിൻ്റെ തിരിച്ചുവരവിനും അല്ലെങ്കിൽ നവീകരണത്തിലും നേതൃത്വം വഹിച്ച ഒരു പേഴ്സൺ തന്നെയാണ്. ഏറെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടു കൂടെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ ആൻഡോ അഗസ്റ്റിൻ. നല്ല ഒരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. യെസ്. All right, ladies and gentlemen, and next we would like to welcome somebody. എന്താ പറയുക, ഈ ഒരു സെറമണി വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഗ് വേണമെങ്കിൽ അതൊരു ഡെഫിനറ്റ്ലി നമുക്ക് കുറേ ഫൗണ്ടേഴ്സിനെ ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതെ. ആൻഡ് വി ക്യാൻ സേ ദ സെലിബ്രേഷൻ ഇസ് ജസ്റ്റ് എ മാസ്റ്റർമാൻ ഹു ടേൺസ് ദാറ്റ് ഇൻ ടു റിയാലിറ്റി. We can say that's a creative powerhouse and the founder of Tokyo event. So ആരായിരിക്കുമെന്ന് നമുക്കറിയാം. The one and only Ansari Pokyo. നല്ല ഒരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് അൻസാരി പാക്കിയോനെ നല്ല സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം. യെസ്. So yes, he is here with us. And next, ladies and gentlemen, when we are talking about this place, it's a key figure of Meccans.
he also instrumental in helping the business strategy. We can say that, ladies and gentlemen. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും കൂടുതൽ ആശയങ്ങളും തന്ത്രപരമായി നമ്മുടെ ഇടയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് ഈ ഒരു നിമിഷം കോ ഫൗണ്ടറായി നമ്മുടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്, അതിലേറെ സ്നേഹമുണ്ട്. ഇറ്റ്സ് അവർ ഇമ്മൻസ് പ്ലഷർ ടു വെൽക്കം ആര്യ ലക്ഷ്മി ടു ദിസ് ബ്യൂട്ടിഫുൾ സെറമണി. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. യെസ്. And next, ladies and gentlemen, when we're talking about this person, you know, he's a creative force behind the house of LAC, we can say. So, okay, so we can say it's the background. I'm really sorry, it's a pardon for LAC, and the man who's framed almost the majority South Indian film തന്നെ ഏറ്റവും ഒട്ടുമിക്ക സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫുകൾ നേടിയ ഒരു പേഴ്സൺ ആണ് അദ്ദേഹം. സോ ഈ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു കോ ഫൗണ്ടറായിട്ട് നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ വി ക്യാൻ സേ ഇറ്റ്സ് ആൻ ഇമ്മൻസ് പ്രഷർ ആൻഡ് ലവ് ആൻഡ് റെസ്പെക്ട്. ഇറ്റ്സ് ടൈംസ് ടു വെൽക്കം ജിക്സൺ ഫ്രാൻസിസ്. നല്ലൊരു കൈഡി കൊടുത്തോണ്ട് നമുക്ക് സ്പോൺസർ ചെയ്യാം. And also, yes, he is here with us. Yes, exactly, ladies and gentlemen. അങ്ങനെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഒരു പേര് തന്നെ പ്രിയപ്പെട്ടവർ. ഒരൊറ്റ ചിത്രം കൊണ്ട്, ഒരുപാട് മലയാള ചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മാലാഖയായി ചേക്കേറിയ ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. കെട്ടിയോൾ എന്ന മാലാഖയിലൂടെ നമുക്കൊരു മാലാഖയിൽ ഒരു ഏഞ്ചലിക് സ്കേ ആണ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ട്രസിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒട്ടനവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച വളരെയധികം മനോഹരം അല്ലെങ്കിൽ ആ ഒരു ലാളിത്യം കൊണ്ട് വളരെയധികം സ്വഭാവ ശൈലി കൊണ്ടും നമ്മളെ കീഴടക്കിയ ഒരു വ്യക്തിത്വം എന്ന് പറയാം. ഇറ്റ്സ് അവർ ഇമ്മൻസ് പ്ലഷർ ടു വെൽക്കം വീണ നന്ദകുമാർ ടു ദിസ് ബ്യൂട്ടിഫുൾ സെറമണി, ladies and gentlemen. Yes, all right, when we standing here we have a personality. ഇന്ന് ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ആ ഒരു ബിഹൈൻഡ് സീൻസ് ആണ് അല്ലെങ്കിൽ ബിഹൈൻഡ് ആയിട്ടുള്ള ബാക്ക് ബോൺസ് ആണ് ഈ ഒരു സെറമണി ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്തെന്ന് പറയുന്നത്. സോ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വി ഹാവ് ദാറ്റ്. അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിലാണെങ്കിലും ഈ ഒരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ബോൺ കൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ വിജയകരമായി തീർത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ അഭിമാനമേറിയൊരു നിമിഷമാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് അവർ ഇമ്മൻസ് പ്ലഷർ ടു വെൽക്കം അനന്തു. നല്ലൊരു കൈഡി കൊടുത്തോടെ സ്വാഗതം ചെയ്യാം. ലെമേൽ ഹോംസ് ക്രൈംസിലെ വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ പ്രസൻസ്. സോ ഓൾറൈറ്റ്, ladies and gentlemen, ഇനിയും ഒരുപാട് പേഴ്സണാലിറ്റീസ് നമ്മുടെ കൂടെ എത്തിച്ചേരാനുണ്ട്. സോ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം, നമുക്ക് നോക്കി നിൽക്കാം. യെസ്, ആൻഡ് നൗ ഈ ഒരു ഒഫീഷ്യൽ സെറമണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി നീഡ് ടു സ്റ്റാർട്ട് എ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ട് ബ്ലാസ്റ്റിന് വേണ്ടി വി നീഡ് എ വെൽക്കം സ്പീച്ച്. അതിനായിട്ട് നമുക്ക് ആര്യ ലക്ഷ്മിനെ സ്വാഗതം ചെയ്യാം. നല്ല ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ആര്യനെ സ്വാഗതം ചെയ്യാം. യെസ് മാം. ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് തോന്നുന്നു ഇന്നെന്ന് പറയുന്നത് നമ്മളുടെ മോസ്റ്റ് അവൈറ്റഡ് ഡേ ആണ്. ടീം ഓണേഴ്സിനെ സംബന്ധിച്ചായാലും നമ്മളുടെ പ്ലെയേഴ്സിനെ സംബന്ധിച്ചായാലും. നമ്മളുടെ ഡിസംബറിൽ നടന്ന ഫ്രാഞ്ചൈസി ഓപ്ഷന് ശേഷം ഫ്രാഞ്ചൈസി ഓപ്ഷൻ പറഞ്ഞ പോലെ ഓരോ ടീമും നമ്മൾ വിളിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്കുള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുന്ന ഡേ ആണിന്ന്. അപ്പോൾ ഈ പറഞ്ഞ ടീം ഓണേഴ്സും ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങൾ ത്രിൽഡ് ആണ്, നല്ല സ്പിരിറ്റിലിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നമ്മുടെ പ്ലെയേഴ്സ് അവിടെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട്. കുറച്ച് പ്ലെയേഴ്സ് ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഓഫ് ECL മിസ്റ്റർ സച്ചിൻ ബേബി, കേരള ക്രിക്കറ്റർ. വെൽക്കം സച്ചിൻ ടു ദ ഓപ്ഷൻ ഫംഗ്ഷൻ. ആൻഡ് മിസ് വീണ നന്ദകുമാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിയോളൻ്റെ മാലാഖ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമ്മളുടെ മനസ്സിൽ ഇടം നേടിയ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജസ് വീണ, വെൽക്കം ടു ദ ഫംഗ്ഷൻ. പിന്നെ നമ്മളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയ മിസ്റ്റർ ആൻറ്റോ അഗസ്റ്റിൻ സർ, താങ്ക് യു സർ, വെൽക്കം ടു ദ ഷോ, താങ്ക് യു. പിന്നെ നമ്മളുടെ മെറീഡിയൻ ഹോം സിനിമാസ്, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ സീസൺ 1 നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മെറീഡിയൻ ഹോം സിനിമാസ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായ മിസ്റ്റർ അനന്തു, വെൽക്കം മിസ്റ്റർ അനന്തു. പിന്നെ ഓഫ്കോഴ്സ് നമ്മളുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഫൗണ്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല നമ്മളുടെ ടീം എടുത്ത ഓരോ ടീം ഓണേഴ്സിനെയും 14 ടീം ഓണേഴ്സ് ഇവിടെ ഉണ്ട്. 14 ടീം ഓണേഴ്സിനെയും ഞാൻ നമ്മളുടെ ഈ ഒരു പ്ലെയർ ഓപ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ദ മീഡിയ സപ്പോർട്ട്സ്, നമുക്ക് ചാനലിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഓൺലൈൻ ചാനൽസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും, നമ്മളുടെ സ്പോൺസേഴ്സ്, അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.
So yes, thank you so much, Arya, for your valuable insights. So അടുത്തതായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് with all love we would like to welcome അൻസാരി സാറിനെ ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. We need a warm applause. So please come forward. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മളുടെ ECL സീസൺ 2-ൻ്റെ സെക്കൻഡ് ഗ്രാൻഡ് ഇവൻ്റാണ് നടക്കാൻ പോണത്. നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഈ പ്ലെയർ ഓപ്ഷൻ ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അപ്പോൾ നമ്മുടെ 14 ഫ്രാഞ്ചൈസി ഓണേഴ്സും ഒരുപാട് ടാക്ടിക്സും ഒരുപാട് എന്താ പറയുക, ഒരുപാട് കുറേ കാര്യങ്ങൾ ആലോചിച്ചും സംഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു വലിയൊരു ഇവൻറ്റിലേക്ക് കടക്കാൻ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് സീസണിനേക്കാൾ വളരെ വളരെ വലുതാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർ ചാനൽ MD ആൻഡു ചേട്ടൻ, ആളെ വേണമെന്ന് ഞാനാണ്. നമ്മുടെ ശിവപ്രസാദ് ഏട്ടൻ നമ്മളുടെ ട്രിവാൻഡ്രം ടീമിൻ്റെ ഓണറാണ് ശിവപ്രസാദ് ഏട്ടൻ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കണക്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഇവൻറ്റിനൊന്ന് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം നമുക്ക് ഈ ഓൺട്രപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്താണ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അത് ആക്ച്വലി എന്താണ് ഈ മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല, ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെൻറ്ററാക്കാൻ പറ്റിയ ഒരാളാണ് ആള്. ഒരു ഫസ്റ്റ് ടൈം ഒരു വലിയൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്ത് അതിലേക്ക് അടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇൻസ്പയർ ആയതുകൊണ്ടാണ് ഞാൻ ആളുടെ അടുത്ത് ആളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചത്, ആളെ നേരിട്ട് പരിചയപ്പെടാനും പറ്റുമോ എന്ന് ചോദിച്ചത്. താങ്ക് യു സോ മച്ച് നേരിട്ട് വന്നതിനും ഈ ഒരു ഇവൻറ്റിന് ഭാഗമായതിനും. പിന്നെ നമ്മുടെ ഫേസ് ഓഫ് ECL നമ്മളുടെ ലാസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സിന് മുന്നേ നമ്മൾ കേരള സ്ട്രൈക്കേഴ്സും നമ്മളുടെ ECL ആയിട്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ഫേസ് ഓഫ് ECL എന്നുള്ളൊരു, നമ്മുടെ ഫേസായി അവിടെ നിന്ന് നമ്മുടെ ടീമിനെ ജയിപ്പിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആളെ ഞാൻ എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീണ നന്ദകുമാർ നമ്മളുടെ ജിക്സന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളുടെ ഈ ഒരു ഇവൻറ്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഓപ്ഷൻ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങളെ പോലെ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. So it's all right. Thank you so much. So അടുത്തതായിട്ട് kindly requesting Jixon Francis to come forward to talk with us. ഒന്ന് കൈയടിക്കാൻ, കാരണം ഓരോ പില്ലറാണ് നമ്മുടെ ഇന്നത്തെ ശക്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന എല്ലാവരും അത് നന്ദി അറിയിക്കുന്നു. ഈ ഓൺട്രപ്രണേഴ്സിന് ഞാൻ കുറേ നാളായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതിനു ശേഷം നമുക്കൊരു ചെറിയൊരു എൻജോയ്മെൻറ്റ്, ഒരു റിലാക്സേഷൻ എന്നൊരു കോൺസെപ്റ്റിലാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ക്രിക്കറ്റ് കളിയിൽ നിന്നും കുറേ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കി. അപ്പോഴാണ് തോന്നിയത് നമുക്കിങ്ങനെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ബിസിനസ് ഓണേഴ്സിനും ഒരുമിച്ച് കളിച്ച് അതിനോട് ബിസിനസ്സും ചെയ്യാം, ക്രിക്കറ്റും കളിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് സമയം കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ECL ഫോം ചെയ്യുന്നത്. ഈ ECL ഫോം ചെയ്യാനായിട്ട് എല്ലാവരും നമ്മുടെ കൂടെ നന്നായിട്ട് നിന്നു. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും, എല്ലാ ആൻഡ്രൂ സർ, സച്ചിൻ, വീണ, ഇവരെല്ലാവരും വന്നു. അതുപോലെ എല്ലാവരോടും സ്പെഷ്യൽ താങ്ക് യു. എല്ലാവരും ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ നന്നായിട്ട് ചെയ്താൽ തന്നെ ആ ഓപ്ഷൻ ടീം ടൂർണമെൻറ്റിൻ്റെ പകുതി ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓപ്ഷൻ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ ടീംസ്. താങ്ക് യു സോ മച്ച്. എൻജോയ് ചെയ്യാം. ബൈ. So yes, thank you so much, ladies and gentlemen. So അടുത്തതായിട്ട് kindly requesting the Managing Director of Reporter Broadcasting Company Limited, our Andrew sir, please come forward to talk with us. Yes. എല്ലാവർക്കും നമസ്കാരം. ECLനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു വലിയ
സ്പോർട്സ് മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനിങ്ങനെ നോക്കുമായിരുന്നു, വയനാട് ടൈഗേഴ്സാണ് ഫ്രണ്ടിലിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മലയോര മേഖലയിൽ നിന്ന് വന്ന ആളാണ്. അപ്പം നമുക്ക് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ആവേശമാണ്. അപ്പോൾ ആവേശം കയറി നമ്മൾ ചെയ്യാത്ത പണിയൊന്നുമില്ല. മാക്സിമം നമ്മൾ എല്ലാ ലെവലിലും പോകാൻ തീരുമാനിച്ച ആളാണ്. ശിവപ്രസാദ് തിരുവനന്തപുരം ടീമിൻ്റെ ഓണറാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വലിയ സംഭവമായി വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യമായിട്ട് തുടങ്ങിയതാണോ ചോദിച്ചു. ഇല്ല, 1 വർഷമായി, 2ാമത്തെ സീസണാണ് ഇപ്പം ഓപ്ഷൻ കഴിഞ്ഞത്, ഇനി പ്ലെയേഴ്സിൻ്റെ ഓപ്ഷൻ നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കേരളം പോലെ നമ്മൾ സ്പോർട്സിനെ ആരാധിക്കുന്ന വലിയ സംവിധാനമുള്ള സ്ഥലത്ത് ടീമുകൾ ഡെവലപ്പായി വരാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കുറച്ച് നാളുകളായി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അത് ഫുട്ബോളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റിലും. എനിക്ക് തോന്നുന്നു IPL-നേക്കാളൊക്കെ വലിയ രീതിയിൽ വളരാൻ ശരിക്കും കേരള ബേസ്ഡ് ഒരു ടൂർണമെൻറ്റ് ടീമിന് പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ സംവിധാനത്തിനും മുന്നിലാണ്. നമ്മൾ ഫിനാൻഷ്യലി സൗണ്ടാണ്, നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്, നമ്മളെല്ലാ കാര്യത്തിലും മുന്നിലാണ്, സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മുന്നിലാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത്രയും നാളും ഇങ്ങനെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ കിടന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്റ്റേഡിയങ്ങളെല്ലാം നന്നായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റിനോടാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ആരാധകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളെപ്പോലെ എനിക്ക് തോന്നുന്നൊരു 14 ടീമാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 14 ടീം ഒരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ ഈസിയായി നമ്മൾ വേൾഡ് വൈഡിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ സച്ചിനൊക്കെ ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇടുക്കിയിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു ഫേസായി, ക്രിക്കറ്റിൻ്റെ ഒരു ഫേസായി മാറാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ പ്രോത്സാഹനമാണ്. അപ്പോൾ മാരിയറ്റ് പോലത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇതുപോലെയുള്ള വലിയ ഓപ്ഷൻസ് നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ IPL ലേലമാണല്ലോ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അതേ ലുക്ക് ഉണ്ട് കേട്ടോ. IPL ലേലത്തിൻ്റെ ഒരു ഫീലുണ്ട് അവിടെ. ആ ലെവലിലേക്ക് മാറട്ടെ, അതിനനുസരിച്ച് വളരട്ടെ എന്നുള്ളതാണ്. ECLൻ്റെ ഒരു 20ാമത്തെ സീസണിൽ ഒരു വലിയ പ്രൗഢിയിൽ വന്നിങ്ങനെ ഇരിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്കും എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും ടീം വിജയത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. വിജയപരാജയങ്ങളെക്കാളും വലുത് ഒരു എൻ്റർപ്രണേഴ്സിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചോളം അത്ര അത്യാവശ്യമായിട്ട് വേണ്ടത്. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ECLൻ്റെ ഒരു വലിയ വിജയത്തിലേക്ക് കാണാം. നമുക്ക് റിപ്പോർട്ടർ TVയുടെ എല്ലാ സഹകരണവും ഉണ്ടാവും. റിപ്പോർട്ടർ TVൻ്റെ എല്ലാവിധ സ്പോർട്സ് സംവിധാനങ്ങളിലും ECLൻ്റെ ഈ സെഷൻസ് മുഴുവൻ നമുക്കൊരു റിപ്പോർട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അതൊരു വലിയ സംവിധാനമായി മാറട്ടെ. എല്ലാ സംഘാടകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. So yes, thank you so much, sir. So നമുക്ക് ഒരു താങ്ക്സ് മാത്രം പറഞ്ഞുകൊണ്ട് we can't leave in. Because of also all gratitude we want to share, we just want to give something, sir. So ചെറിയൊരു മെമൻറ്റോ നമുക്ക് തീർച്ചയായിട്ടും സാറിന് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് kindly requesting Ansari sir to come forward. As a token of appreciation, we want to give you a memento. Yes. And now it's the time, ladies and gentlemen. ചെറിയൊരു കൈയ്യടി നമുക്ക് നൽകാം. Yeah. And once again, thank you so much, sir, for your time, valuable time, and valuable insights for your presence. Yes. ഞാൻ ഈ സമയത്ത് പോകുന്നത് ശരിയല്ല എന്നറിയാം. നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, മീറ്റ് ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് രാഹുൽ മാങ്കട്ടത്തിൻ്റെ വിഷയമാണ്. നിങ്ങൾക്കറിയാത്തതുപോലെ നമ്മുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് ഒരാൾ ലീവും കൂടെയാണ്. അപ്പം രാഹുൽ മാങ്കട്ടത്തിനും കൂടെ ആയതുകൊണ്ട് എന്തായാലും പോകണം എന്നുള്ളതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. So yes, എന്നാലും തിരക്കുകൾ മാറ്റിവെച്ച് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ വന്നതിൽ ഒരിക്കൽ കൂടി thank you so much. And now, ladies and gentlemen, it's our immense pleasure to welcome one of our sponsor, Anand sir, to come forward to speak with us. Yes. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അനന്തു. എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി സീസൺ 1 തന്നെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ട് കപ്പ് അടിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതിലേറെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ്സോട് ഉപരി എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പാണ് ECL വഴി കിട്ടിയത്.
അപ്പോൾ ഇങ്ങനെ ഒരു ECL സംഘടിപ്പിച്ച അൻസാരി ആണെങ്കിലും ആര്യ ആണെങ്കിലും ജിക്സൺ ആണെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സീസൺ 2-ലും ടീം എടുത്ത് വിജയിക്കുക എന്നൊരു മാതിരി തന്നെ മുന്നോട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്നെ അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഓപ്ഷൻ ചെയ്യുക. താങ്ക് യു. So yes, ladies and gentlemen, so ഇവിടെ പറഞ്ഞതുപോലെ yes, asset love, we want to give you something. നമുക്കൊരു പൊന്നാടി അണിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെറമണി കൂടുതൽ മനോഹരമാക്കാം. അതിനായിട്ട് we are kindly requesting നമുക്ക് സ്പോൺസർ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള അനന്ത് സാറിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സോ പൊന്നാടി അണിയിക്കാനായിട്ട് kindly requesting ജിക്സൺ, ആര്യ ആൻഡ് അൻസാരി 3 പേരും കൂടി ചേർന്ന് നമുക്ക് ആ ഒരു പൊന്നാട അണിയിക്കലിലേക്ക് നമുക്ക് കടക്കാം. യെസ്. So well, it's a moment. So yes, all right, ladies and gentlemen, നമുക്ക് നല്ല ഒരു കൈയടി. And now, ladies and gentlemen, നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മധുര ശബ്ദത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കാതോർക്കാം. അതിനായിട്ട് kindly requesting our one and only the angelic Veena, please come forward and talk with us. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. Hello, good evening, everyone. So I'm very glad to be a part of ECL today. എല്ലാവർക്കും എന്താ എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ബോംബെ ആണെങ്കിൽ എൻ്റെ നാട് ഒറ്റപ്പാലാണ്. പാലക്കാട് ടീം ഉണ്ടോ ഇവിടെ? ഓക്കെ, പാലക്കാട് ടീമിന് സ്പെഷ്യൽ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ബിഗിനിങ്, ഹാവ് എ ഗ്രേറ്റ് ഇയർ. താങ്ക് യു സോ മച്ച്. And yes, to be the part of this event, we want to give you something for you. So അതിനായിട്ട് ഒരു സ്പീച്ച് മെമൻറ്റോ കൊടുക്കാനായിട്ട് kindly requesting Arya, please come forward and give her. Yes. So once again, thank you so much. Thank you so much for your presence. Yes. So yes, all right, ladies and gentlemen. So തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്തിരുന്ന ആ ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചിരുന്നു. നമ്മൾ കാത്തിരുന്ന പോലെ സച്ചിൻ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷം, അല്ലേ? സോ അവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ചെറിയൊരു ബായ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്നേഹപ്രകടനം പറഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിടാൻ സാധിക്കുകയില്ല. അതിനായിട്ട് ladies and gentlemen, we also want to നമുക്ക് പൊന്നാട അണിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വേദി, ഈ ഒരു നിമിഷം നമുക്ക് കൂടുതൽ ഹാർദവമാക്കാം. kindly requesting everyone, please come forward. സച്ചിൻ സാറിനെ മേൽക്കൂടെ സ്വാഗതം ചെയ്യുകയാണ്. സോ kindly requesting everyone. സോ എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസിനെയും സ്വാഗതം ചെയ്യുകയാണ് പൊന്നാട അണിയിക്കാനായിട്ട്. ആൻഡ് പ്ലീസ് നമുക്ക് നൂറ് പേര് കൊടുക്കാം. പൊന്നാട അണിയിച്ചതോടൊപ്പം തന്നെ we are just waiting to hear that. ആ ഒരു വാക്കുകൾക്കായിട്ട് നമ്മൾ എല്ലാവരും കാതോർന്ന് നിൽക്കുവാണ്. kindly requesting, please come forward. Yes. വെരി ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ജിക്സണോടും അൻസാരിയോടൊക്കെ വലിയ താങ്ക്സ് പറയുകയാണ്.
കാരണം നമ്മുടെ ECLൻ്റെ രണ്ടാമത്തെ സീസൺ, ആദ്യത്തെ സീസൺ വളരെ അടിപൊളിയായിട്ട് പോയി. രണ്ടാമത്തെ സീസൺ നടക്കുകയാണ്. അപ്പം എൻ്റെ ടീം ഇടുക്കി, ഞാൻ നോക്കി കണ്ടില്ല ഇവിടെ ഫ്രണ്ടിലൊന്നും, അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ വീണ പറഞ്ഞ പോലെ പാലക്കാടിന് വീണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇടുക്കി എൻ്റെ സപ്പോർട്ടുണ്ട്, ഇടുക്കിക്കാരൻ എന്ന നിലയിൽ. അപ്പം ഓപ്ഷൻ ഡേ എന്ന് പറയുമ്പം അതിൽ IPLൻ്റെ പല ഓപ്ഷനിലും ഞാൻ സോൾഡും അൺസോൾഡും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളി കാര്യമാണ് അതിൽ ഓരോ പ്ലേയേഴ്സിനെ വിളിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക, നല്ലൊരു ടീമിനെ മേക്ക് ചെയ്യുക, എന്നിട്ട് എന്തായാലും ഇടുക്കിയായിട്ട് ഫൈനൽ കളിക്കാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. So all right, ladies and gentlemen, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൺ ഓഫ് ദ സ്പോൺസർ നമ്മുടെ കൂടെയുണ്ട്. ആൻഡ് വിത്ത് ഓൾ ബ്ലെസ്സിങ് വി ഹാവ് എ ലോട്ട് ഓഫ് സ്പോൺസേഴ്സ്. ഈ ഒരു പ്രതിഭാസം നമുക്ക് വേണ്ടി കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് സ്പോൺസേഴ്സ് നമ്മുടെ കൂടെ ഒത്തുചേർന്നു. സോ അവരുടെ പേര് പറഞ്ഞതിന് മുന്നേ നമുക്ക് നല്ലൊരു കൈയടി അവർക്ക് വേണ്ടി നമുക്ക് സമ്മാനിക്കാം. കാരണം അവരുടെ ആ ഒരു പിന്തുണ, അവരുടെ ആ ഒരു ബാക്ക് ബോൺ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ലീഗ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വന്നത്, അല്ലേ? നമുക്ക് നല്ലൊരു കൈയടി. ബിക്കോസ് സേയിങ് ദിയർ നെയിം വി ക്യാൻ ക്ലാപ്പ്. So the first sponsor Anandu is definitely here with us. അതെ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു വ്യക്തിത്വമാണ്. സോ യെസ്, ഫസ്റ്റ് അത് മെൻഷൻ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷം. സോ ladies and gentlemen, so next we would like to mention the person Ayurvedic Well Partner and Shibin and Dr. Shamida. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ഈ ഒരു നിമിഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇരുവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാണ് സ്റ്റേജിലേക്ക്. യെസ്. സോ ഡോക്ടർ ഷമിദാസ് ആയുർവേദിക് എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ പുറകിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. സോ ഈ ഒരു ടൈം വി വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു ടോക്ക് എ ഫ്യൂ മിനിറ്റ്സ്, അല്ലെങ്കിൽ 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്ലീസ്. Hi all, I'm Dr. Shamita, behalf of Dr. Shamita's Ayurveda. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഓപ്ഷൻ്റെ ചൂട് പിടിച്ചിരിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളുടെ ആവശ്യം ഇപ്പോഴല്ല വരുന്നതെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള വെൽനസ് കെയർ സെൻ്ററാണ്, വിച്ച് ഇസ് വെരി ഒത്തൻറ്റിക് ആയിട്ടുള്ള ആയുർവേദിക് വെൽനസ് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി ആണ് നമ്മൾ ഇപ്പം ക്രിക്കറ്റ് ഇതുപോലെ സ്പോർട്സിലായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്പോർട്സ് എന്ന് പറയുന്നത് ഏറ്റവും ആവേശത്തോടു കൂടി കളിക്കുന്നതാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന പോലെ പെയിൻ, ഇഞ്ചുറീസ്, നമ്മൾ ഫിസിക്കലി മെൻ്റലി എക്സോസ്റ്റഡ് ആവുന്നത്. സോ അവിടെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഞങ്ങൾ കളിക്കുന്നത് ഗാലറിക്കകത്തായിരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും. സോ എന്തെങ്കിലും വട്ട് എവർ തിങ്സ്, ലൈക്ക് എല്ലാ ആൾക്കാരും ബിസിനസ് ആൾക്കാരാണ്, വി നോ. ബിസിനസ്സിൻ്റെ പാർട്ടായിട്ടും യു വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള എക്സോസ്റ്റഡ് ആയിരിക്കും. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് അതിനൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്രിക്കറ്റ് പോലെയുള്ള ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും വട്ട് എവർ തിങ്സ് യു ആർ ലുക്കിംഗ് ഫോർ റിലേറ്റഡ് ടു ആയുർവേദിക് വെൽനസ്, വി ആർ ദർ. താങ്ക് യു. Yes, once again, thank you so much for your presence അല്ലെങ്കിൽ ഈ ഒരു സ്പോൺസർഷിപ്പിനായിട്ട്. സോ വി വാണ്ട് ടു ഗിവ് യു സംതിങ്. ഇവരെ നമുക്ക് പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാം. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് അതിനായിട്ട് ആര്യനെ ക്ഷണിക്കുകയാണ്. വിത്ത് ഓൾ ലവ് ആൻഡ് റെസ്പെക്ട് കൈൻഡ്ലി റിക്വസ്റ്റിംഗ് ആര്യ, പ്ലീസ് കം ഫോർവേഡ്. യെസ്. So yes, ladies and gentlemen, put your hands together for them. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. Yes. സോ നമുക്ക് നമ്മുടെ അടുത്ത സ്പോൺസറിനെ ഈ ഒരു ടൈം സ്വാഗതം ചെയ്യാം. കൈൻഡ്ലി റിക്വസ്റ്റിംഗ് ജിഞ്ചർ മീഡിയ, ദ ഓൺലൈൻ മീഡിയ പാർട്ണർ സാഗർ സാർ ടു കം ഫോർവേഡ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സാഗർ സാറിനെ സ്വാഗതം ചെയ്യാം. റിയലി സോറി, നമ്മുടെ പേര് മാറിപ്പോയി. റിയലി സോറി. ജിഞ്ചർ മീഡിയ ഓൺലൈൻ മീഡിയയിൽ നിന്ന് വളരെ നമുക്ക് അറിയാവുന്ന ഒരു മീഡിയയാണ്. കൈൻഡ്ലി റിക്വസ്റ്റിംഗ് സജാദ് സാർ ടു കം ഫോർവേഡ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സജാദ് സാറിനെ സ്വാഗതം ചെയ്യാം. So I think he's not here with us.
So, okay, now, ladies and gentlemen, so നമുക്ക് നമ്മുടെ അടുത്ത സ്പോൺസറിനെ സ്വാഗതം ചെയ്യാം. Kindly requesting the technology partner, Joe Paul. ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ ടെക്നോളജി പാർട്ണറെ ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യാം. ജോ പോൾ റോഡ് ഷോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡിഗ്നിറ്ററി ആണ്. ഹീസ് ഹിയർ വിത്ത് us. പബ്ലിക് ഫേസുകളായ വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻ, ഇ കൊമേഴ്സ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ദെൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, പിന്നെ ഈ പറയുന്ന പബ്ലിക് ഫേസ് കൊണ്ടുവരുന്ന സർവീസസിനെ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്ന നിങ്ങളുടെ ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ERP, CRM, സെയിൽസ്, മാനുഫാക്ചറിങ്, ഇൻവെൻട്രി, സോ ഇതിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്ന ഓഡു എന്ന് പറയുന്ന സാപ്പിൻ്റെ ഒരു കോമ്പറ്റീറ്ററായ ERPയുടെ സൊല്യൂഷനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ് ഞങ്ങൾ. സോ ഞങ്ങളുടെ സർവീസസിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം തീരുന്നവരെ ഞങ്ങളോട് ഉണ്ടാവും. ഞങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാം. ECLനെ കുറിച്ച് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു വാക്ക്, ജിക്സനായിട്ടും ആര്യയായിട്ടും അൻസാരിയായിട്ടും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഒറ്റൊരു വാശി ഉണ്ടായിരുന്നുള്ളൂ, ഈ ഓൺട്രപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് ടെക്നോളജി പരമായിട്ട് എത്രത്തോളം പ്രൊഫഷണൽ സ്ട്രക്ചേർഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് വേണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ്, അക്കൗണ്ടിങ്ങും ഓപ്ഷനും എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആൻഡ് ERPയുടെ അണ്ടറിലാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൺട്രപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് .com എന്ന് പറയുന്ന വെബ്സൈറ്റും ആക്ച്വലി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായതാണ്. സോ ECLനെ കുറിച്ച് ദേ ആർ 200% പ്രൊഫഷണൽ. അത് നമുക്ക് ഇന്നത്തെ ഇവൻറ്റ് കാണാനും പറ്റും. ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു. സോ യെസ്, സാറിനെയും നമുക്ക് ഒരു പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാം. അതിനായിട്ട് കൈൻഡ്ലി റിക്വസ്റ്റിംഗ് അൻസാരി സർ, പ്ലീസ് കം ഫോർവേഡ്. പൊന്നാടി അണിയിച്ച് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. യെസ്, ladies and gentlemen, നമുക്ക് നല്ലൊരു കൈയടിയുടെ ടൈം കൊടുക്കാം. So once again, thank you so much. So we have another sponsor, that's the PR partner Akshay and Mega, the owner of Hello Life Media. ഇരുവരെയും നമുക്ക് അടുത്തതായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. Kindly requesting Akshay and Mega. So ഇരുവരെയും നമുക്ക് ഈ ഒരു നിമിഷം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. യെസ്, so we need a big round of applause, ladies and gentlemen. Yes. So finally അവരും നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ കൈൻഡ്ലി റിക്വസ്റ്റിംഗ് പ്ലീസ് ഞങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഈ ഒരു ടൈം സ്വാഗതം ചെയ്യുകയാണ്. Good evening, everybody. Thank you, ECL team, for giving us this opportunity. Thank you, Arya Ansari. ശരിക്കും ഇതൊരു നിങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാഷൻ്റെ പുറത്താണ്. ആസ് എൻ ഓൺട്രപ്രണർ നിങ്ങൾ ഈ ഒരു ക്രിക്കറ്റ് ഒരു പാഷനായിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. എന്തായാലും ഈ കൂട്ടായ്മ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹലോ ലൈഫ് മീഡിയ എന്ന് പറയുന്നത് ഞാനും, എൻ്റെ പേര് അക്ഷയ് എന്നാണ്, എൻ്റെ പാർട്ട്ണർ മേഘ. ഞങ്ങളൊരു PR സ്ട്രാറ്റജി മാർക്കറ്റിംഗ് കമ്പനിയാണ്. അപ്പം ECLായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. So yes, once again, thank you so much. നമുക്ക് ഇവരെയും പൊന്നാടി അണിയിച്ച് ഈ ഒരു നിമിഷം നമുക്ക് സ്വീകരിക്കേണ്ടതാണ്. And I kindly requesting Jixon sir, please come forward for this ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സോ ഇവരിരിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യണം. കൈൻഡ്ലി പ്ലീസ്, can you please come forward? Yes. So come on, ladies and gentlemen, please. Please come forward. And next, ladies and gentlemen, we need to mention the jersey partner. Gelatic Sports has rapidly grown into one of the leading brands in high quality sports apparel.
We all know that premium materials and the super serious stitching and the experimenters customer service, we all know that how premium they are. So ഈ ഒരു നമുക്കറിയാം ലാസ്റ്റ് സീസണിലായാലും ജേഴ്സി പാർട്ട്ണറായിട്ട് അദ്ദേഹമാണ് നിന്നിരുന്നത് അല്ലേ? യെസ്, അത്രയും ഒരു ക്വാളിറ്റി പ്രീമിയം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചെന്നൈ സൂപ്പർ ലീഗ് പോലുള്ള പ്രീമിയം ആ ഒരു ലീഗിന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നതും അവർ തന്നെയാണ്. സോ ഈ ഒരു നിമിഷം നമുക്ക് ഈ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു കോൾ അവർ സ്പോൺസർ മനീഷ് SG. നല്ല ഒരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, we need a big blast. Yes. And kindly requesting, please. Hello all. First of all, thank you so much for the ECL 2.0 committee, Mr. Jixon, Arya, and Ansari for having me here. And I think I have a great pleasure to be standing here in front of such a beautiful dais and crowd. My name is Manish. I'm the founder of Galactic Sports, based out of Chennai. Galactic Sports is a sportswear manufacturing company, which we mainly focus on having premium sportswear and high performance activewears. Jixon, when he invited me for this event, I didn't think twice, because Jixon എന്നോട് ഈ ടൂർണമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ I was straight away in for this, because Entrepreneurs Cricket League, I didn't have to think twice, because as an entrepreneur, cricket, I was also a professional cricketer back in Tamil Nadu. So cricket and entrepreneurship coming together, I was like straight away in for it. And with overall experience of dealing with teams like CSK and other Qatar Association teams and stuff like that, this is much more, I take more privilege in being part of this ECL 2.0, because ഞാൻ മലയാളിയാണ്. ഐ സപ്പോർട്ട് കണ്ണൂർ. ഞാൻ ഫ്രം കണ്ണൂർ. പക്ഷേ ഞാൻ പിറന്നു വളർന്നതൊക്കെ ചെന്നൈയിലാണ്. സോ ഐ ആം ഹിയർ ഫോർ സപ്പോർട്ടിങ് കണ്ണൂർ. ആൻഡ് ഇവിടെ ഈ വേദിയിലോട്ട് ജിക്സൺ വിളിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് 100% എനി സപ്പോർട്ട് ഫോർ ECL ഐ എം ദർ. സോ അങ്ങനെയുള്ളപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ഓൾ ദ ടീംസ് നോ ദാറ്റ് ഗാലക്ടിക്, ഐ കൻ അഷ്യൂർ യു ദാറ്റ് ഗാലക്ടിക് വിൽ ബി ദർ to support all your requirements, apparel needs, be it for the team, be it for your company, be it for anything. So thank you so much for having me here. It's a great pleasure for me. Thank you. So yes, so once again, thank you so much. So definitely, yes, we know the part of Ponnadi Aniyekkanayitte. It's our immense pleasure to welcome Jixon sir. Please come forward. So Ponnadi Aniyichukonde we can show our love and gratitude towards him. Yeah. തമിഴ്നാട് സ്റ്റേറ്റ് പ്ലെയർ ആണ് ആക്ച്വലി. പിന്നെ ബിസിനസ്സൊക്കെ എൻ്റെ പേരിൽ തമിഴ്നാട് ക്രിക്കറ്റൊക്കെ നിർത്തി ബിസിനസ്സിൻ്റെ പുറകെ പോയതാണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, അതുപോലെ തന്നെ TNPL, അബുദാബി, അങ്ങനെ പല പല ടീംസിൻ്റെയും ജേഴ്സി ആളാണ് ചെയ്യുന്നത്. തമിഴ്നാട് മറ്റേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫാൻചൈസിയൊക്കെ ഫുള്ളും അത് എത്രയോ ലക്ഷങ്ങൾ ജേഴ്സിയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇവർ. പിന്നെ നമ്മുടെ ECL പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്ലേയേഴ്സിനും ആൾ ജേഴ്സി സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ എന്തായാലും താങ്ക് യു മനീഷ്. താങ്ക് യു. So it's all right. And finally, നമ്മുടെ സ്പോൺസേഴ്സിനെയും നമ്മൾ ഈ ഒരു വേദിയിൽ നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ടറിഞ്ഞു, സംസാരിച്ചു. അവർക്ക് വേണ്ടി നമ്മുടെ പ്രസൻസ് നമ്മൾ കൊടുത്തു. ആൻഡ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും as we all know, ഓരോരുത്തരുടെയും ആ ഒരു പ്രസൻസ് കൊണ്ട് മാത്രമാണ്, 14 ടീംസിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ലീഗ് അവിടെ കെട്ടിപ്പടുത്താൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ്, ladies and gentlemen, we can say it's not just a ceremony, it's a feeling. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ്, വി ക്യാൻ സേ ദാറ്റ്സ് എ ഗിഫ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാധനം, നമ്മൾ ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ വി ക്യാൻ ദാറ്റ് പ്ലേസസ് ഓൺ യുവർ ഹോം ഓർ വാട്ട് എവർ. ഇറ്റ്സ് എ ഫീലിംഗ്. ഓരോ ടൈം അത് കാണുമ്പോൾ നമ്മൾ ഇത്രയും വർഷക്കാലം അല്ലെങ്കിൽ ഇത്രയും ഒരു സീസണിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റ്സ് എ റെവല്യൂഷൻ. ആ ഒരു റെവല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുവാണ്. സോ എവ്രി വൺ വാസ് തിങ്കിങ് വാട്ട് വാസ് ദാറ്റ്, അല്ലേ? സോ അതെന്തായിരിക്കുമെന്ന്
ഫസ്റ്റ് ആ ഒരു ടീമിനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ഈ ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമ്മാനിക്കാനായിട്ട് കൈൻഡ്ലി റിക്വസ്റ്റിംഗ് വീണ മാം. അതിനുശേഷം നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമ്മുടെ ഏഞ്ചൽ തന്നെ കൊടുക്കട്ടെ അല്ലേ? യെസ്. നമ്മൾ ടീം വൈസ് ആയിട്ട് ഓരോ ടീം അംഗങ്ങളെയും വിളിക്കുകയാണ്. കം ഫോർവേഡ് ചെയ്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു സർപ്രൈസ്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കൈപ്പറ്റേണ്ടതാണ്. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് we would like to welcome the team ആലപ്പുഴ. ആലപ്പുഴക്കാരൊന്ന് കൈവക്കി, come on, ഒന്ന് കൈയടിക്കാമോ പ്ലീസ്? So yes, we ALSPC Alapi, please come forward. So ഇവർക്ക് ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകാനാണ് കൈൻഡ്ലി റിക്വസ്റ്റിംഗ് വീണ മാം, പ്ലീസ് കം ഫോർവേഡ്. യെസ്. സോ എന്തായിരിക്കാം? Exactly, that's the pad, ladies and gentlemen. So ഈ ഒരു ബാറ്റ് അത് ചെറിയൊരു ഗിഫ്റ്റ് മാത്രമല്ല, അതൊരു ഇമോഷൻ കൂടി തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. സോ ഓരോ ബാറ്റും ഓരോ ടീംസിനുണ്ട് ഓരോ ഇമോഷൻസ്. We can feel that from there. And next, kindly requesting the team Ernakulam, the Black Panthers, ladies and gentlemen. It's our immense pleasure to welcome. Yes, ഓരോ ടീമും വരുമ്പോൾ നമ്മുടെ ആ ഒരു പ്രോത്സാഹനം നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കണ്ടേ? യെസ്. അടുത്തതായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് ഇടുക്കിയിലെ സ്മാഷേഴ്സിനെ സ്വാഗതം ചെയ്താലോ? ഇറ്റ്സ് എക്സാക്ട്ലി ആ ഉഷാറൊക്കെ ഒന്ന് കാണിച്ചു എല്ലാവരും. കം ഓൺ. ഓരോ ടീമിനെ വിളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ കാണണം. കാരണം ഇത് നമ്മുടെ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, മോർ ദാൻ ദിസ് എ ക്രിക്കറ്റ്, ഇറ്റ്സ് സംതിങ് മോർ. ആൻഡ് നെക്സ്റ്റ്, കണ്ണൂർ ഡോമിനേറ്റേഴ്സ്, കം ഓൺ. ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്തേ. കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ സച്ചിന്റെ പ്രസൻസ് ഡെഫിനറ്റ്ലി നമുക്ക് വേണം അല്ലേ? It's all right. Thank you so much. So next from the team, Storm Breakers from Kasaragod, ladies and gentlemen. ഉഷാർ നമ്മുടെ കുറഞ്ഞു വരുന്നുണ്ടോ? നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. And next, ladies and gentlemen, നമ്മുടെ കൊല്ലത്തെ റെപ്രസെന്റ് ചെയ്ത FN Royals. Come on. All right. So Veena, thank you so much. So please be seated. So ബാക്കി സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ സച്ചിനെ നമുക്ക് സ്വാഗതം ചെയ്യാല്ലേ? എക്സാക്ട്ലി, ബിക്കോസ് ലാസ്റ്റ് ഒരു ലീഗിന്റെ മെയിൻ ആയിട്ട് നിന്ന ഒരു പേഴ്സൺ തന്നെയാണ്. കൈൻഡ്ലി റിക്വസ്റ്റിംഗ് സച്ചിൻ, പ്ലീസ് കം ഫോർവേഡ്. സോ നെക്സ്റ്റ് ടീം കോട്ടയത്തെ ടീമാണ്. അത് നിങ്ങൾ തന്നെ പറയണം എന്താണ് കോട്ടയംകാരുടെ ടീം. എന്ത് ജസ്റ്റ് ഒന്ന് കൈവെക്കാമോ? സോ ആ ഉഷാർ ഒന്ന് കേൾക്കണം. എനിക്ക് തോന്നുന്നു ഓരോ ടീം നിങ്ങൾ തന്നെ പറഞ്ഞാൽ അത് സ്പിരിറ്റ് കേൾക്കുന്നുള്ളൂ. എന്താണ് ടീം സാർ? എന്താണ് ടീമിന്റെ പേര്? നമ്മൾ കേട്ടോ? That's the spirit we want, ladies and gentlemen. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. That's the spirit. കോട്ടയത്തെ റെപ്രസെന്റ് ചെയ്ത്
നമ്മുടെ ഐഡയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ladies and gentlemen. ഇനി ഓരോ ടീമിനെ വിളിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവേശം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. Come on.